ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതിന് കേരളത്തിൽ മാത്രമാണോ വേരുകളുള്ളത്? അന്വേഷണം കേരളത്തിൽ മാത്രം ഒതുക്കാനാണ് ആദ്യം പോലീസ് ശ്രമിച്ചത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. എന്നാൽ അത് കേരളം വിട്ട് ബെല്ലാരി വരെ എത്തിയിട്ടുണ്ട്. ബെല്ലാരിക്കപ്പുറത്തേക്ക് പോകേണ്ടതല്ലേ ഉണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് പിറകെ ഇപ്പോൾ പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ SITക്ക് പരിമിതിയുണ്ട്, കേരള പോലീസിന് പരിമിതിയുണ്ട്. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല. ഇത് കേരളത്തിന് പുറത്ത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കേസല്ല. ഇത് അന്താരാഷ്ട്ര മാനമുള്ള കോടികൾ വിലമതിക്കുന്ന മാഫിയയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അതിന് കേരള പോലീസ് മതിയോ? പോരാ എന്നാണ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ മുതിർന്ന അംഗം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ, പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല. ഒരു അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇതിന് CBIയുടെ അന്വേഷണം വേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും എന്നതാണ് വസ്തുത. അപ്പോഴത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പൊ തന്നെ പുതിയ പുതിയ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു. അവരൊക്കെ ഇതുമായി പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു, എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അപ്പൊ സമഗ്രമായ ഒരു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. SIT അവരെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യട്ടെ. എല്ലാ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും SITയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളാരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു. രമേശ് ചെന്നിത്തല വിരൽ ചൂണ്ടുന്നത് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയെക്കുറിച്ചാണ്. കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി വിൽക്കുന്ന മാഫിയ. അതിൽ ഒരു കണ്ണി മാത്രമാണ് D മണി എന്ന ദാവൂദ് മണി. ആദ്യം ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ ഈ കള്ളക്കടത്തിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യവസായി നൽകിയ വിവരം, ആ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാണ് എന്ന് ആദ്യം വെളിപ്പെടുത്തിയത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ആ മൊഴിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതുവഴി പോകേണ്ടി വന്നു. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി, തെളിവുകൾ ശേഖരിച്ചു. ഇപ്പോഴിതാ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ പിറകിലൂടെയാണ് ഇപ്പോൾ SIT മുന്നോട്ട് പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി, അതിന് കേവലം അതിൽ പൂശിയ സ്വർണത്തിന്റെ വിലയല്ല. അത് 100, 200 അതല്ലെങ്കിൽ 500 ഗ്രാം സ്വർണമായിരിക്കും, അല്ലെങ്കിൽ പവൻ സ്വർണമായിരിക്കും. അതിന്റെ വിലയല്ല യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളിക്കുള്ളത്. ചെമ്പുപാളിയിൽ പൂശിയ സ്വർണം അത് ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. സർക്കാരും പറയുന്നത് അത് തന്നെയാണ്. അത് തിരിച്ചു പിടിച്ചാൽ മാത്രം മതിയോ? അത് മാത്രമാണോ അതിൻ്റെ മൂല്യം? ഈ ചോദ്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഉന്നയിച്ച കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം മാത്രമാണ് അതിന് പിറകെ പോകുന്നതും. എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ അന്ത്യം കണ്ടേ അദ്ദേഹം മടങ്ങൂ എന്ന് എല്ലാവർക്കും അറിയാം. എത്രയോ ഉദാഹരണങ്ങൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അതേ വഴി തന്നെയാണ് അദ്ദേഹം ഇവിടെയും സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിക്ക്, ആ സ്വർണ്ണപ്പാളിയിൽ പൂശിയ സ്വർണത്തിൻ്റെ മൂല്യമല്ല ഉള്ളത്, അതിനേക്കാളും വലിയ വിപണി മൂല്യമുണ്ട്. ആ മൂല്യമാണ് അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത്. അത് പോയിരിക്കുന്നത് അന്താരാഷ്ട്ര പുരാവസ്തു വിപണിയിലേക്കാണ്. അതിന് പിറകിൽ വലിയ മാഫിയയുണ്ട്. ആ മാഫിയയെ കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് SITക്ക് കഴിയില്ല. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര സർക്കാർ, ഹൈക്കോടതി അതിന് അനുമതി നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അനുമതി നൽകാതിരിക്കാൻ കഴിയില്ല. കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളി മാത്രമല്ല കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് 5 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളം കേന്ദ്രമാക്കിക്കൊണ്ട്
ഒരു അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വെളിപ്പെട്ട് വരുന്നത്. അതേക്കുറിച്ച് വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. ഇതിനകം തന്നെ CBI വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന സർക്കാരിൻ്റെയോ ഹൈക്കോടതിയുടെയോ അനുമതിയില്ലാതെ CBIക്ക് ഇടപെടാൻ കഴിയില്ല. അതിന് ഹൈക്കോടതി അനുമതി നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം കേരളത്തിലെ വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ പൊതു ആവശ്യമായി അത് മാറിയിട്ടുണ്ട്. കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിനെ തൊടുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ വിശദമായ പരിശോധന, അന്വേഷണം ഇത് സംബന്ധിച്ച് വേണം. ഇത് കേവലം ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള സ്വത്തുക്കൾ എങ്ങോട്ടാണ് കൊള്ളയടിക്കപ്പെടുന്നത് എന്നതിൻ്റെ ചില സൂചനകളാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. അന്വേഷണ സംഘം അതിൻ്റെ പിറകെയുണ്ട്. എന്നിരുന്നാലും പോലീസിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടക്കാൻ CBIക്കേ കഴിയൂ. അതുകൊണ്ട് CBI അന്വേഷണം വേണം. അന്താരാഷ്ട്ര മാഫിയ, കേരളത്തിലും തമിഴ്നാട്ടിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര മാഫിയ, പുരാവസ്തു മാഫിയയുടെ കണ്ണികൾ കണ്ടെത്താൻ കഴിയണം. അത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതിലേക്കാണ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അത് നാളെ എല്ലാം ഈ തട്ടിപ്പിന്റെ പിറകിലുള്ള ഓരോരാളെയും പുറത്തു കൊണ്ടുവരുവാൻ കഴിയണം. അത് കേരളത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യവും